ഹലോ വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ കൊണ്ടുള്ളൊരു അടിപൊളി വിഭവമാണ്. അതായത് ചിക്കൻ കോഫ്ത എന്ന് പറയും. കോഫ്ത എന്ന് പറഞ്ഞാൽ ചിക്കൻ കൊണ്ട് ബോൾസ് ഉണ്ടാക്കിയിട്ട് ആ ബോൾസിൽ നമ്മൾ കറി ഉണ്ടാക്കുകയാണ്. നമുക്ക് അത്രയും സുപരിചിതമല്ല ഈ സാധനം. നമ്മൾ വലിയ വലിയ ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ കോഫ്ത കിട്ടും. നമ്മളിത് ചെയ്യാൻ പോകണേ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ലഭ്യമായിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് ചിക്കൻ കോഫ്ത എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. നിങ്ങൾക്ക് ചിക്കന് പകരം ഇവിടെ മട്ടനോ ബീഫോ എന്ത് വേണോ ഉപയോഗിക്കാം. അപ്പോൾ ശരിക്കും ഇതൊരു നോർത്ത് ഇന്ത്യൻ ഐറ്റമാണ്. നോർത്ത് ഇന്ത്യയിൽ കുറച്ച് ഫേമസ് ആണിത്. അപ്പോൾ എനിക്ക് ഉത്തർപ്രദേശിലൊരു ചേച്ചിയുണ്ട്. ചേച്ചിയാണ് എനിക്കിതിൻ്റെ റെസിപ്പി പറഞ്ഞത്. സോ വളരെ ഈസി ആയിട്ടുള്ള വേയിൽ നമ്മളിന്ന് ചിക്കൻ കോഫ്ത കറി അല്ലെങ്കിൽ ചിക്കൻ കോഫ്ത ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് പേര് കേട്ടാലും പേടിക്കേണ്ട, വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. നമുക്ക് നോക്കാം 1 by 1 ആയിട്ട് എങ്ങനെയാണ് ചിക്കൻ കോഫ്ത ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 1/2 കിലോ ചിക്കൻ എല്ലില്ലാതെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് മിൻസ്ഡ് ചിക്കൻ വേണമെങ്കിലും വാങ്ങാൻ കിട്ടും. ഇത് മിൻസ് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ചിക്കൻ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അത് വാങ്ങുകയാണെങ്കിൽ അത് മതി. ഞാൻ അത്രയും കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നില്ല. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ചിക്കൻ തന്നെ നമുക്കൊന്ന് മിക്സിക്ക് അടിച്ചെടുക്കണം. ബാക്കി നമുക്ക് കോഫ്ത ഉണ്ടാക്കാൻ ആവശ്യമായ ഐറ്റംസ് വെച്ചിട്ടുണ്ട്. കോഫ്ത മീൻസ് ആ ബോൾ, ചിക്കൻ ബോൾ ഉണ്ടാക്കാൻ ആവശ്യമായ ഐറ്റംസ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് മിക്സിക്കൊന്ന് അടിച്ചതിന് ശേഷം എന്തൊക്കെയാണ് ചേർക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്കിതിനൊന്ന് അടിച്ചെടുക്കാം മിക്സിക്ക്. ഇത് മിക്സിക്ക് അടിക്കുമ്പോൾ പേസ്റ്റ് ആവാൻ പാടില്ല കേട്ടോ. ചെറുതായിട്ട് മീൻസ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് പൊടിഞ്ഞിട്ട് അപ്പോൾ 2-3 അടിക്കുന്നത് ശരിയായി കിട്ടും. നമുക്ക് നോക്കാം. സോ നമ്മളിപ്പോൾ ഇതേ ചിക്കനെ മിക്സിക്ക് അടിച്ചിട്ട് മിൻസ്ഡ് ചിക്കനാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ ആവാൻ പാടുള്ളൂ. ഇതിലേക്ക് നമ്മളിനി ആഡ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു ചെറിയ സവാള വളരെ ചെറുതായിട്ട് കൊത്തി എറിഞ്ഞതാണ് കണ്ടോ. ഇതിലേക്ക് ഇടുകയാണ്. ഇനി 3 പച്ചമുളക്, അതും വളരെ ചെറുതായിട്ടാണ് കൊത്തി അരിഞ്ഞിരിക്കുന്നത്. ഇനി കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 1 ടീസ്പൂൺ ചില്ലി പൗഡർ, മുളക് പൊടി നിങ്ങളുടെ എരിവ് അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കടലമാവ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഉരുളയാക്കുമ്പോൾ ബൈൻഡ് ചെയ്തിട്ടാണ് കടലമാവ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്. സോ ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കായിരുന്നു. ഇപ്പം നമ്മൾ കോഫ്ത ബോൾസ് ഉണ്ടാക്കാൻ ആവശ്യമായ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റണം. എത്ര വലിപ്പം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഇത്രയും വലിപ്പമുള്ള ബോളാക്കി മാറ്റുക കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തം ചിക്കനെയും ബോൾസ് ആക്കി കഴിഞ്ഞു. മൊത്തം 20 ബോൾസാണ് കിട്ടിയത് 1/2 കിലോ ചിക്കനിൽ. നിങ്ങൾ ബോൾസിൻ്റെ വലിപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് 2 രീതിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. ചിലർ ഈ ബോൾസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ തന്നെ ഇട്ട് വേവിച്ചിട്ട് കറിയിലിട്ട് വേവിച്ചിട്ട് അങ്ങനെ കഴിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇതിന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് പിന്നെ കറിയിലിട്ട് കഴിഞ്ഞാൽ കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഫ്രൈ വേണ്ട, എണ്ണ ഇഷ്ടം ഇല്ല എന്നുള്ളവർ ഇങ്ങനെ നേരിട്ട് ഇട്ടാൽ ഞാൻ പറഞ്ഞുതരാം കുറച്ച് കഴിയുമ്പോൾ അത്. അപ്പോൾ ഞങ്ങളിത് എന്തായാലും ഒന്ന് ഫ്രൈ ആക്കാൻ പോവാം. ഫ്രൈ ആക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് ഓരോ സൈഡും ഒന്ന് ഫ്രൈ ആയി വരുമ്പം ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. നമുക്കിതിനൊന്ന് മറിച്ച് കൊടുക്കാം. കണ്ടോ, ഒരു സൈഡ് വന്നൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് കോഫ്ത ബോൾസ് ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ, ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇത്രയും ആയാൽ മതി കേട്ടോ. നമ്മളിനി കുറച്ചുകൂടെ വേവിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത സെറ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതും നമുക്കിതുപോലെ പുറത്ത് പോരാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെറ്റ് ഓഫ് കോഫ്ത ബോൾസും റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റാൻ. സോ ഇതിലാണ് നമ്മളിനി ബാക്കി പ്രിപ്പറേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു ഗ്രേവി ഉണ്ടാക്കിയെടുക്കണം. ആ ഗ്രേവിയിലേക്ക് ഇതിട്ട് നമ്മൾ കൂടെ വേവിക്കണം. അപ്പോൾ ഗ്രേവി ഉണ്ടാക്കാൻ എന്തൊക്കെ വേണ്ടത് നമുക്ക് നോക്കാം. സോ ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ ഒരു മിക്സിക്ക് നമ്മൾ കുറേ സാധനങ്ങൾ അടിച്ചെടുക്കണം. അതിനൊരു 3 അല്ലി, ചെറിയ അല്ലി കേട്ടോ, വെളുത്തുള്ളി ഞാനിടുന്നത്. ഒരു 2 ഗ്രാമ്പു കണ്ടോ, ഒരു ചെറിയ കഷ്ണം പട്ട,
പിന്നെ ഒരു ഏലക്ക കേട്ടോ, ഒരു ഏലക്കയുടെ കുരു മാത്രം ഇടുക. ഇനി ഇത് കൂടാതെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്, ഒരു 10-15 കാഷ്യൂനട്ട് ഞങ്ങൾ ഇടുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. കാഷ്യൂനട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുകൂടാണ്ട് ഒരു 2 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇടുക. ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ചിട്ടാൽ മതി, ബാക്കി നമ്മൾ കറിയുടെ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് നരച്ചെടുക്കുക കേട്ടോ. വളരെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടണം. അപ്പോൾ നമ്മളിത് മിക്സ് എല്ലാം കൂടെ മിക്സിക്ക് വളരെ നന്നായിട്ട് കണ്ടോ നല്ലതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ അപ്പോൾ പറയാൻ മറന്നുപോയി, ഇതിൽ ടൊമാറ്റോ ഇടാൻ മറന്നുപോയി. സോറി, ഞാൻ വേറെ ടൊമാറ്റോ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 ചെറിയ ടൊമാറ്റോ കേട്ടോ, അതും കൂടെ വേണം, മസ്റ്റാണ്, മറന്നുപോയതാണ്. അപ്പോൾ നിങ്ങളിടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ടൊമാറ്റോയും കൂടെ ഇട്ടാൽ മതി. സോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ സെപ്പറേറ്റ് വെച്ചത്. അത് ഈ മിക്സ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ബാക്കി പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതേ കോഫ്ത ബോൾസ് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഗ്രേവിക്ക് ആവശ്യമായ മസാല ഇപ്പോൾ നമ്മൾ മിക്സിക്ക് വെച്ച് രണ്ടും കൂടെ ചേർത്ത് ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു പാന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അടുപ്പ് ചൂടായി ഇരിപ്പുണ്ടത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തതിൻ്റെ എണ്ണ ബാക്കി ഇരിപ്പുണ്ടല്ലോ, കുറച്ച് എണ്ണ തിളച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മതി. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു പകുതി ബേ ലീഫ് നിങ്ങൾക്ക് പലർക്കും അറിയാം. നമ്മൾ എന്താ വഴനയിലെന്നൊക്കെ പറയും പല സ്ഥലങ്ങളിൽ. എന്നോട് കഴിഞ്ഞ ഒരു ഞാൻ ചെയ്യുമ്പോൾ എന്നോട് ആരോ ചോദിച്ചു എന്താ ഈ ബേ ലീഫ് എന്ന്. വഴനയിലെന്നാണ് പറഞ്ഞത്. ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഒരു ചെറിയ കഷ്ണം പട്ട ഇടുന്നുണ്ട്, ഒരു ചെറിയ ഗ്രാമ്പു ഇടുന്നുണ്ട്, 2 ഏലക്ക ഇടുന്നുണ്ട്. ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാളയുണ്ട്, ഒരു സവാള എടുത്തിരിക്കണം കേട്ടോ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടെ കുറച്ചിട്ടാൽ മതി, നമുക്ക് നോക്കിയിട്ടാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക, ഒരു ബ്രൗൺ നിറമാകുന്നവരെ. സോ നമ്മുടെ സവാള ഒന്ന് ഇളം ബ്രൗൺ നിറത്തിലോട്ട് മരുന്നുണ്ട് കേട്ടോ. ഇത്രയും മതി, ചെറുതായിട്ടൊന്ന് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് സവാള. ഈ സമയം നമ്മളിതിലേക്ക് നമ്മളെ മിക്സിക്ക് അടിച്ച ഒരു മിക്സ് ഉണ്ടല്ലോ, അതൊഴിച്ചു കൊടുക്കാം. ഇതാണ് ശരിക്കും അതിൻ്റെ ഗ്രേവി. ഇനി ചെയ്യേണ്ടത് ഫ്ലെയിം പരമാവധി കുറച്ച് കൊടുക്കുക. പരമാവധി കുറച്ചിട്ട് നന്നായിട്ട് ഇതിനെ മൂപ്പിക്കുക മീൻസ് ഇതൊന്ന് നന്ന ശരിക്ക് തിളച്ച് എണ്ണ തെളിഞ്ഞ് വരുന്നൊരു പരുവാകും. ആ എണ്ണ തെളിഞ്ഞ് വരുന്ന പരുവാകുന്നൊരിതൊന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി, എപ്പോഴും വേണ്ട കേട്ടോ. നമ്മുടെ ഗ്രേവി ഇപ്പോൾ ഒരു 15 മിനിറ്റോളം തിളച്ചിട്ടുണ്ടോ, ചെറുതായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ സമയം നമ്മൾ ഇതിലേക്ക് ഈ കോഫ്ത ബോൾസ് ഉണ്ടല്ലോ, ബോൾസ് ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. യെസ്, അപ്പോൾ നമ്മുടെ ചിക്കൻ കോഫ്ത റെഡിയായി വരികയാണ്. ഇനി നമ്മളിത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഫ്രൈ ചെയ്യാതെയാണ് ബോൾസ് ഇടുന്നതെങ്കിൽ നന്നായിട്ട് വേവിക്കണം. ഇതിപ്പോൾ ഒരു 10-15 മിനിറ്റ് ഞങ്ങളൊന്ന് വേവിക്കുന്നുണ്ടല്ലോ. വേവിച്ചതിന് ശേഷം നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സോ നമ്മുടെ കോഫ്ത ഇപ്പോൾ ഒരു 10 മിനിറ്റോളം വെന്തിട്ടുണ്ട്. ഇതാണ് അവസ്ഥ, കണ്ടോ? യെസ്. അപ്പോൾ ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ നോക്കി ആവശ്യത്തിന് ഉപ്പുണ്ട് അതിൽ. ഇനി നമ്മളിത് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് മല്ലിയില ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, മല്ലിയില ഇട്ട് കൊടുക്കുക. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. സോ അല്പസമയം ഇരുന്നൊന്ന് സെറ്റാവട്ടെ, എന്നിട്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ കോഫ്ത ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി വളരെ ഭംഗിയായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഡിന്നർ ടൈമാണ് ഇന്ന്. ഞങ്ങൾ അപ്പത്തിൻ്റെ കൂടെയാണ് ഇത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒരെണ്ണത്തിൻ്റെ ടെക്സ്ചർ ഇപ്പോൾ ഞാൻ പലരും ഇങ്ങനെ കുറേ അഭിപ്രായം പറയാറുണ്ട് കേട്ടോ. ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ കഴിച്ചാണെങ്കിൽ ഭയങ്കര ബോറിംഗ് ആണെന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം ആണെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. ഞാൻ കുറച്ച് കംഫർട്ടബിളായിട്ട് ഇവിടെ ഇരുന്നിട്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് വരുന്നത്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കോഫ്ത കണ്ട ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടോ?
വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇത് നോർത്ത് ഇന്ത്യയിൽ ഉത്തർപ്രദേശിലെ എൻ്റെ ചേച്ചിയുടെ റെസിപ്പിയാണ്. വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. സോ താങ്ക് യു ചേച്ചി. ചെറിയ മാറ്റങ്ങൾ നിങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് അത്രയും എന്താ പറയുക ഫെമിലിയർ ആയിട്ടുള്ളൊരു ഐറ്റം അല്ല ചിക്കൻ കോഫ്ത എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാവുന്നുള്ളൂ എന്ന് മനസ്സിലായല്ലോ. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഓളും കൂടി പ്രസ് ചെയ്യുക. സോ ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള മറ്റൊരു വിഭവമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.